എല്ലാവർക്കും നമസ്കാരം. സോ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ORB സ്ട്രാറ്റജി 100% ഇത് ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും ORB എന്നാൽ എന്തെന്ന് അത്യാവശ്യം അറിയാവുന്നവരായിരിക്കാം. പിന്നെ OHLC എന്ന് പറഞ്ഞ വേറെ സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ, ഓപ്പൺ ഹൈ ലോ ക്ലോസ്. രണ്ടും ഏതാണ്ട് സെയിം തന്നെയാണ്. ബട്ട് ORB സ്ട്രാറ്റജിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വിധം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഹൈയോ അല്ലെങ്കിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിലിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ അതിന് ബ്രേക്ക് ചെയ്ത് താഴ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കാമെന്ന് പഠിച്ചിട്ടുള്ളവരുണ്ടാവാം. പിന്നെ ഇനിയും ഷോർട്ടായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ 1 മിനിറ്റ് ക്യാൻഡിലിനെ ഇതേമാതിരി വളരെ ഫാസ്റ്റ് ക്വിക്കായിട്ട് സ്കാൽപ്പിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നവരുണ്ടാവാം. പിന്നെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ അതേമാതിരി തന്നെ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ അത് വെയിറ്റ് ചെയ്ത് 9:30 ആകുമ്പോൾ അടുത്ത 9:30ക്ക് ന്യൂ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശക്തമായ വോള്യത്തോടു കൂടി, പ്രൊവൈഡഡ് ഹൈ വോള്യത്തോടു കൂടി ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ അല്ലെങ്കിൽ ലോ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ട്രേഡ് എടുക്കാമെന്നും അതൊരു ക്വിക്ക് ട്രേഡ് പാറ്റേണിലേക്ക് പോവുകയും അതിനോടൊപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് പ്രോബബിലിറ്റിയിലേക്ക് വരാം എന്നുള്ളതുമാണ് ORBയിൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സ്ട്രാറ്റജി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ORB സ്ട്രാറ്റജിയിൽ കുറച്ചും കൂടി കൺസിസ്റ്റൻസി വേണം എങ്കിൽ, ബിക്കോസ് ഏർലിയർ ടൈംസിൽ ഇതൊക്കെ പോസിബിളാണ്, കുറച്ച് കൂടുതൽ സക്സസ് റേഷ്യോ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വോളറ്റിലിറ്റി വെരി ഹൈ ആയിട്ട് മാറുന്നുണ്ട്. അതുമാത്രമല്ല അൺസർട്ടനിറ്റിയും ഉണ്ട് ഓപ്ഷൻ, എസ്പെഷ്യലി 2 ഇൻഡെക്സസിൽ, ഒന്ന് നിഫ്റ്റി ആൻഡ് ഇനിയൊന്ന് ബാങ്ക് നിഫ്റ്റിയിൽ. സോ ഈ ഒരു പ്രോബ്ലത്തിന് എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് 15 മിനിറ്റ്സ് ORB സ്ട്രാറ്റജി യൂസ് ചെയ്യരുത്. പകരം നിങ്ങൾ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഫോളോ ചെയ്യുക. ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഫോളോ ചെയ്തിട്ട് ഫസ്റ്റ് 1 അവർ വെയിറ്റ് ചെയ്യുക. ഏതാണ് കൃത്യമായിട്ടും 1 അവർ, അതായത് ആദ്യത്തെ 4 ക്യാൻഡിൽ 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ 4 ക്യാൻഡിൽ ക്ലോസ് ആകുന്നത് വരെ. ഇതിനകത്തുള്ള എക്സെപ്ഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, കണ്ടീഷൻ നമ്പർ 1, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹൈ മൊമെൻറ്റത്തോടു കൂടി അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് പോകുന്ന സാഹചര്യം വരുന്ന ദിവസങ്ങളിൽ ഇത് ഒഴിവാക്കുക. പിന്നെ ഗ്യാപ്പ് അപ്പ്, ഹൈ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ കണ്ടീഷൻ വരികയാണെങ്കിലും അന്നത്തെ ദിവസം ORB സ്ട്രാറ്റജി കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. നോർമൽ ഓപ്പണിംഗ് സിനാരിയോ, നോർമൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഓപ്പൺ ഈസ് ഈക്വൽ ടു ക്ലോസ് അല്ലല്ലോ വരിക. സോ എല്ലാ ദിവസവും ചെറിയ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഉണ്ടായിരിക്കാം. ഇറ്റ്സ് എ നോർമൽ തിങ്. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ആദ്യത്തെ 1 അവർ, അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 10:15 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പ്രൊവൈഡഡ് ഏത് ക്യാൻഡിലിനെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ 1 അവർ വെയിറ്റ് ചെയ്യുക. 10:15 കഴിഞ്ഞിട്ട് 10:15th ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് അടുത്ത 10:30th ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആ ക്യാൻഡിൽ അതിശക്തമായ രീതിയിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു 1 അവറിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കുറച്ച് ജോലികളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ മനസ്സിൽ കരുതി വെക്കുക. ഇനി വേറൊരു പോയിൻറ്റും കൂടിയുണ്ട്. അതിന് മുന്നേ നിങ്ങളത് മനസ്സിലാക്കുന്നതിന് മുന്നേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു എത്ര പെർസെൻറ്റേജ് വരെ, ഒരു റീസെൻറ്റ് സ്റ്റഡി പ്രകാരം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇത് രണ്ടിനെയും കമ്പാരിസൺ നടത്തിയിട്ട് അറൗണ്ട് 3070 ട്രേഡ്സ്, 3700 ട്രേഡ് നിഫ്റ്റിയിലും 3600 ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിന്യൂസ് ആയിട്ട് ORB സ്ട്രാറ്റജി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറയുന്നത് 60% സക്സസ് റേഷ്യോ ആണ് നിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിക്ക് 70% സക്സസ് റേഷ്യോ കൊടുത്തിരിക്കുന്നു ഫ്രം 3060 ട്രേഡ്സ് ഇൻ ബാങ്ക് നിഫ്റ്റി. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ 1 അവർ സ്ട്രാറ്റജി ബേസിസിൽ 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ 1 അവർ സ്ട്രാറ്റജി ബേസിസിൽ ORB സ്ട്രാറ്റജി നിങ്ങൾക്ക്
കഴിഞ്ഞ 3070 ട്രേഡുകളിൽ 70% വിജയം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഹൈ പ്രോബബിലിറ്റി തന്നെയാണ് ഉള്ളത് അല്ലേ, ഓരോ ട്രേഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്പോൾ എന്താ വേണ്ടത്, നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. അതിന് ഏത് രീതിയിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യണം, എങ്ങനെ അതിന് നമ്മൾ എപ്പോൾ എൻട്രി എപ്പോൾ എക്സിറ്റ് എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ്. അതും നമുക്ക് നോക്കാം, പരിശോധിച്ച് നോക്കാം. ഏതുവരെയാണ് ടാർഗറ്റ് സെറ്റ് ചെയ്യുക, എവിടെയാണ് എൻട്രി എടുക്കുക, എവിടെയാണ് എക്സിറ്റ് വരിക എന്നുള്ള കാര്യം നോക്കുക, ഏത് സ്ട്രൈക്ക് എടുക്കണം നോക്കുക. സിമ്പിൾ. നിങ്ങൾക്ക് ഡെക്സ് T3 തന്നെ ഉപയോഗിക്കാം. ധന്നിൻ്റെ ഡെക്സ് T3യോ അല്ലെങ്കിൽ ധന്നിൻ്റെ ചാർട്ട് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്യാം. ഡെക്സ് T3 ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ട്രേഡ് എക്സിക്യൂഷൻ നടത്താനും പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഡെക്സ് T3 തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സോ നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീനിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം ഞാൻ എന്താ ബാങ്ക് നിഫ്റ്റിയാണ് എടുത്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ചാർട്ട് വേണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് ക്വിക്കായിട്ട് ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എനിക്ക് ATM സ്ട്രൈക്ക് വേണോ, 1 സ്റ്റെപ്പ് ഇൻ ദ മണി അല്ലെങ്കിൽ 1 സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക്, കോൾ ഓപ്ഷനിലേക്ക് കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ മാറ്റണമെങ്കിൽ എനിക്കിവിടെ ഒറ്റ ക്ലിക്കിൽ അത് പുട്ട് ഓപ്ഷനായിട്ട് മാറ്റാം, കോൾ ഓപ്ഷനിലേക്ക് കോൾ ഓപ്ഷൻ മാറ്റാം. സോ ഈ ഒരു സംവിധാനം ഇവിടെ ഓപ്ഷൻ സ്കാൽപ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഓപ്ഷൻ സ്കാൽപ്പറിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് എക്സിക്യൂഷൻ നടത്താം. ഇവിടെ നമുക്ക് ലോട്ട്സ് ക്വാണ്ടിറ്റി സൈസ് ഇൻക്രീസോ ക്വാണ്ടിറ്റി സൈസ് ഡിക്രീസ് നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് ബൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈയിലേക്ക് പോകാം, സെല്ലാണെങ്കിൽ നിങ്ങൾക്ക് സെല്ലിലേക്ക് പോകാം. ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് പോയിന്റ് നോക്കൂ, മാർക്കറ്റ് ഞാൻ പറഞ്ഞു 15 മിനിറ്റ്സിൻ്റെ 4 ക്യാൻഡിൽ ഫോളോ ചെയ്യുക, അതിൻ്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ORB സ്ട്രാറ്റജി അല്ലേ, ORB. ഇവിടെ ഈ ORBയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ORB സ്ട്രാറ്റജി മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പകരം ORBയോടൊപ്പം തന്നെ ORB പ്ലസ് നിങ്ങൾ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ORB പ്ലസ് പ്രീവിയസ് ഡേ ലോ സ്ട്രാറ്റജിയും കൂടി നിങ്ങളുടെ മൈൻഡിൽ കരുതണം. പ്രീവിയസ് ഡേ ലോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ PD, പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ, ഇതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം ORB സ്ട്രാറ്റജിയുടെ കൂടെ. അങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിയുടെ ഒരു ഈസ് ഈക്വൽ ടു പെർഫെക്റ്റ് സ്ട്രാറ്റജി. എന്താണ് ഈക്വൽ ടു പെർഫെക്റ്റ് സ്ട്രാറ്റജി. പെർഫെക്റ്റ് സ്ട്രാറ്റജി എന്താണ് ഇതിനർത്ഥം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. സോ ORB സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട്. അത് നിങ്ങൾ ഇവിടെ നോക്കൂ, ഇന്നത്തെ ദിവസം 9/15 ക്യാൻഡിൽ എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഇത് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, ഇവിടെ ഓപ്പൺ ചെയ്തു, ഏറ്റവും ലോ താഴെ വന്നു, പിന്നെ അതിൻ്റെ ക്ലോസിങ് ഇവിടെ ക്ലോസ് ചെയ്തു, ദെൻ അഗെയിൻ അത് ലോയിലേക്ക് വന്നു, പിന്നെ കൺസോൾഡേറ്റ് ചെയ്ത് താഴെ ഈ ഒരു റേഞ്ച് വന്നിട്ട് വീണ്ടും തിരിച്ച് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ഹൈയിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് മുകളിലേക്ക് പോകാൻ, അതായത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റിയൽ ടൈമിൽ നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്ന എന്താണ്, ശരിക്കും ഒരു ട്രേഡ് എൻട്രിയിലേക്കുള്ള പോസിബിലിറ്റി റെഡി ആയിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഫസ്റ്റത്തെ ഓപ്പണിംഗ് റേഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. എന്താണ് ഓപ്പണിംഗ് റേഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഏതാണ്? 15 മിനിറ്റ്സിൻ്റെ 4 ക്യാൻഡിൽസിൻ്റെ ടോട്ടലാണ് ഓപ്പണിംഗ് റേഞ്ച്. അപ്പോൾ ഇത് ഹൈ വന്നു, ദെൻ ഇത് 9:15, 9:30, 9:45, 10 മണി, 10:15, 10:15 കഴിഞ്ഞ് 10:30 മണിക്കുള്ള ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ബ്രേക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ 1, 2, 3, 4, 5 ക്യാൻഡിൽ അല്ലേ, ഈ ഈ 5 ക്യാൻഡിലിൻ്റെയും ഓവറോൾ ലോ ഏതാണ്? അത് ഇതാണ് അല്ലേ.
ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ലോ. ഈ ഒരു ലോ നമ്മളിവിടെ മെൻഷൻ ചെയ്തു. അതേമാതിരി പ്രീവിയസ് ഡേയുടെ ഏതാണ് ഹൈ, ഈ അതേ 5ൻ്റെ ഹൈ ഏതാണ്? ഉറപ്പായിട്ട് ഈ ആദ്യത്തെ ക്യാൻഡിൽ തന്നെയാണ് ഹൈ. സോ ഹൈ ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. അതിനോടൊപ്പം അഡീഷണലി PDHL നമ്മൾ കണ്ടു. അതാണ് പ്രീവിയസ് ഡേ ഹൈ ലോ. പ്രീവിയസ് ഡേ ഹൈ ഇവിടെ കിടപ്പുണ്ട്. ഇതാ നോക്കൂ, ഇതാണ് പ്രീവിയസ് ഡേയിലുള്ള ഹൈ വന്നേക്കുന്നത്, ഇമ്മീഡിയറ്റ് ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെയും ഒരു ഹൈ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഏതാ? ഇനി പ്രീവിയസ് ഡേ ലോ ആണെങ്കിലോ അത് ഇത് തന്നെയാണ്. ഇത് നോക്കൂ, ഈ ഒരു റേഞ്ച് തന്നെയാണ് പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്ന ഈ ഒരു ക്യാൻഡിലാണ്. കണ്ടോ, ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് നോക്കേണ്ട കാര്യത്തിൽ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് അറിയാൻ. നമുക്ക് പ്രീവിയസ് ഡേ ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തു. സോ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോ. പ്രീവിയസ് ഡേ ഹൈ പൊതുവേ ആവശ്യമില്ല, പക്ഷേ എവിടെ ആവശ്യമുണ്ട്? നമുക്കൊരു പെർഫെക്റ്റ് എൻട്രിക്ക് നമുക്കത് ആവശ്യമുണ്ട്. ഒരു ഹൈ ഗാമ എഫക്റ്റ്, ശക്തമായ ഗാമ എഫക്റ്റിലേക്കൊക്കെ നമ്മൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഡേ ഹൈയും കൂടി, അത് ഏറ്റവും ടോപ്പ് പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ ഹൈ എവിടെയായിട്ട് വരിക? ഇതാണ് പ്രീവിയസ് ഡേ. ശരിക്കും പറഞ്ഞാൽ 2nd അല്ലേ, 2nd ഓഫ് ജൂൺ. യെസ്, പ്രീവിയസ് ഡേ ഹൈ ഇത് തന്നെയാണ് പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് കേട്ടോ. സോ പ്രീവിയസ് ഡേ ഹൈ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അത് ചിലപ്പോൾ ഡിഫറൻസ് വരാം. നിയർ ഹൈ, രാവിലത്തെ ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നേ ഏതെങ്കിലും ഹൈ ഉണ്ടെങ്കിൽ അതിനെയാണ് പ്രീവിയസ് ഡേ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ദിസ് ഈസ് ദി ഹൈ. അപ്പോൾ നമ്മൾ 1 hourൽ, നോട്ട് രാവിലെ 9 മണിക്ക്, 9:15-നോ 9:30-നോ 9:45-നോ 10 മണിക്കോ ട്രേഡിലേക്ക് നമുക്ക് എൻട്രി പോകില്ല. 10:15 വരെയുള്ള ക്യാൻഡിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് 10:15-നും 10:30-ക്കും ഇടയ്ക്കുള്ള ക്യാൻഡിൽ ക്ലോസിങ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതാണ് ടോട്ടൽ 5 ക്യാൻഡിൽസ് നമുക്ക് വരിക. സോ ടോട്ടൽ ആ ഒരു 10:30 വരെയുള്ള ക്യാൻഡിലിൻ്റെ 10:15 സ്റ്റാർട്ട് ചെയ്ത് 10:30-ക്ക് അവസാനിക്കുന്ന ക്യാൻഡിലിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ആ ഒബ്സർവേഷനിൽ ആ ഒരു ക്യാൻഡിൽ അതിശക്തമായ രീതിയിൽ വിത്ത് ഹൈ വോള്യത്തോടു കൂടി എയ്തർ അപ്സൈഡ് ഓർ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് എടുക്കുക? അതൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ അന്നത്തെ ദിവസം ഇനി ഇവിടെ നോക്കൂ, ഇവിടുത്തെ നമ്മൾ കൃത്യമായിട്ടും 10:15 വരെയുള്ള ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തു. ഹൈ തിരിച്ച് ഇവിടുത്തെ ഇന്നത്തെ ദിവസം കൺസോൾഡേറ്റ് ചെയ്തു, താഴെ വന്നു, ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു, എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോയി. മുകളിലേക്ക് വന്ന് മാത്രമല്ല, വോള്യവും നോക്കൂ, രാവിലത്തെ ഓപ്പണിംഗ് വോള്യത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ വോള്യം ക്യാൻഡിൽ തീർച്ചയായിട്ടും നല്ല ഹൈ വോള്യത്തിൽ ക്യാൻഡിൽ ഇവിടെ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ വോള്യം ഹൈ വോള്യം വന്നു ഈ ഒരു പൊസിഷനിൽ. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റും വന്നു. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റീട്രേസ്മെൻറ്റും വന്നു. ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഈ ഒരു ലൈൻ വച്ചു, ഇവിടെ വച്ചു. ഇത് നമ്മളുടെ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോൾ ട്രേഡ് പ്രിപ്പറേഷന് വേണ്ടി റെഡിയാകുന്നൊരു സാഹചര്യത്തിൽ ഇനി എന്താ വേണ്ടത്? നമുക്ക് ഇവിടുന്ന് ഈ കറക്റ്റായിട്ട് രാവിലത്തെ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. ദെൻ എഗെയിൻ ഈ ഒരു ഹൈയിലാണ് ഇപ്പം നിൽക്കുന്ന പ്രൈസ് അല്ലേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് എന്താണ്? എൻട്രി സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും മാർക്ക് ചെയ്ത് ഇതും ശക്തമായ രീതിയിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ഒരു ഫസ്റ്റ് ട്രിഗർ പോയിൻ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ട്രേഡിലേക്ക് റെഡിയാകാനുള്ള ട്രിഗർ പോയിൻ്റാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ഗോ ഏതാ ഇൻസ്റ്റൻ്റ്ലി നമുക്കിവിടെ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏതായിരിക്കും സ്ട്രൈക്ക് വരിക? ഇവിടെ എത്തുമ്പോൾ നോക്കുക 53,936. 53,936 എന്ന് പറയുമ്പോൾ ATM എത്രയായിരിക്കും? 53,900 ആയിരിക്കും. അപ്പോൾ ഇവിടെ നാച്ചുറലി ഇവിടെ ഇത് മാറുന്നതനുസരിച്ച്, സ്ട്രൈക്ക് മാറുന്നതനുസരിച്ച് ഇവിടെ ഇത് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും 53,900 എവിടെയാണ്. അത് ഇൻട്രാഡേ ആവണമെന്നില്ല. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നോർമൽ പൊസിഷനിൽ ഹോൾഡ് ചെയ്തിട്ട് എക്സ്പയറി വരെ നമുക്ക് റീസണബിൾ പ്രോഫിറ്റ് ആകുന്നത് വരെ നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാനും സാധ്യത കൂടുതലായിരിക്കും. എത്ര % സാധ്യതയാണ്? ഈ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്കൗട്ട് പ്ലസ് PDHLും കൂടെ ചേരുമ്പോൾ അറൗണ്ട് 70 പ്ലസ് അഡീഷണലി ഒരു 15%, അറൗണ്ട് 80
85% ഓഫ് ട്രേഡിൻ്റെ സാധ്യത, ടാർഗറ്റ് സാധ്യത അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്രോബബിലിറ്റിയുടെ സാധ്യത കൂടുക എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. ORB സ്ട്രാറ്റജിക്ക് മാത്രം, അതായത് ഈ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് അല്ല അന്നത്തെ കറണ്ട് ഡേ ഹൈ ഓർ ഡേ ലോ ഇൻ 10-15th ക്യാൻഡിൽ, അല്ലെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ആദ്യത്തെ 5 ക്യാൻഡിലിൻ്റെ ഡേ ഹൈയോ ഡേ ലോയോ ബ്രേക്ക് ചെയ്ത് ഒരു നല്ല വോള്യത്തോട് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് റേഷ്യോ ടുവേർഡ്സ് ടാർഗറ്റിലേക്ക് പോകാൻ, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഏതാണ്? അത് ഇവിടെ നിന്ന് ഇതാണ് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. എത്ര പോയിന്റ്? 288 പോയിന്റ്സ് ഉണ്ട്. ഇത് 15 മിനിറ്റ്സ് ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. 288 × 30 നോക്കൂ, 288 ഇൻറ്റു അപ്രോക്സിമേറ്റ്ലി ഒരു ലോട്ട് 30 ആണ്. അപ്പോൾ അറൗണ്ട് 8,600 റുപ്പീസോളം നമുക്ക് ഇത്രയും പോയാൽ തന്നെ നമുക്ക് പ്രോഫിറ്റിന് സാധ്യതയുള്ള ഒരു കേസാണ് ഇവിടെ കാണുന്നത്. അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഫ്യൂച്ചേഴ്സിൻ്റെ റേഞ്ച് വെച്ചിട്ടാണ്. ഓപ്ഷൻ വരുമ്പോൾ അത്രയും വരത്തില്ല, കുറച്ച് കുറയും. ബട്ട് ഗാമ എഫക്റ്റ് നമുക്ക് റീസണബിളി നല്ല പ്രോഫിറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും. സോ ഈ ഒരു തിയറി നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇതിനും മുകളിൽ പിന്നെയും ബ്രേക്ക് ഔട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് നമുക്ക് പിന്നെ അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് മിനിമം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ടാർഗറ്റ് പോകാനുള്ള സാധ്യത ഉണ്ടാവും. ബട്ട് അത് ഒരു ഓൺ ആൻ ഇൻട്രാഡേ ബേസിസിലാവണമെന്നില്ല. ചിലപ്പോൾ അത് പൊസിഷണൽ സ്വിംഗ് ബേസിസിലായിരിക്കാം വരുന്ന ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ, ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ എക്സ്പയറി നോക്കുക. കഴിയുന്നതും നിയർ എക്സ്പയറി സ്ട്രാറ്റജീസ് ആണെങ്കിൽ, സ്ട്രൈക്സ് ആണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത കാലണ്ടർ എക്സ്പയറി, അതിൻ്റെ അടുത്ത ആഴ്ചത്തെ എക്സ്പയറിയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നിയറസ്റ്റ് പോസിബിൾ ടാർഗറ്റിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ പ്രത്യേകത. ഓക്കെ, സോ ഇത് മനസ്സിലായി. അതേ സിസ്റ്റം തന്നെയാണ് താഴ്പോട്ടേക്ക് വന്നാലും. ഇത് നോക്കൂ, ഇവിടെയാണ് പ്രീവിയസ് ഡേ ലോ. അപ്പോൾ പ്രീവിയസ് ഡേ ലോ വന്നു, അതിൻ്റെ ഇടയിൽ തിരിച്ച് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നു, ഇവിടെ വന്നു, വീണ്ടും ഹൈയിലേക്ക് പോയി. ഇനി ഒന്നും നോക്കാനില്ല, പ്രൈസ് ഇനി താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഈ ലൈൻ നമ്മളിവിടെ 10.4 നമ്മൾ മാർക്ക് ചെയ്ത ലൈനാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഇതിന് ബ്രേക്ക് ഔട്ട് കൊടുത്താൽ ഉടനെ ട്രേഡിലേക്ക് പോകരുത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്, അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്താൽ ഉടനെ അത് എന്ത് ചെയ്യുക? അത് ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രിയിലേക്ക് പോകരുത്. പകരം ഇതേമാതിരി ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റീട്രേസ്മെൻറ്റും കഴിഞ്ഞ് പിന്നെ വീണ്ടും 1-2 ക്യാൻഡിലിനുള്ളിൽ കൺസോൾട്ടേറ്റ് ആവുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്യാൻഡിലിൽ തന്നെ അത് മുന്നോട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 99% നിങ്ങൾക്ക് മാർക്കറ്റിനെ വിശ്വസിക്കാം. അത് ട്രേഡിലേക്ക് പോകാനുള്ള സാധ്യത, പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇൻ ടേംസ് ഓഫ് അപ്സൈഡ് എങ്കിൽ അപ്സൈഡ്, ഡൗൺ സൈഡ് എങ്കിൽ ഡൗൺ സൈഡ്. ഇതാണ് സിമ്പിളായിട്ട് ORB, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി. അതിനോടൊപ്പം നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യുന്നു, നമ്മൾ PDHL, പ്രീവിയസ് ഡേ ഹൈ ലോ, പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും കൂടി മറിച്ച് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ, ലൈവ് സിറ്റുവേഷനിൽ പ്രീവിയസ് ഡേ ലോയും ഇന്നത്തെ കറണ്ട് ലോയും ഏതാണ്ട് സിമിലർ ആയിട്ടിരിക്കുന്നു അല്ലേ? ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾ നോക്കൂ, ഓൾമോസ്റ്റ് സിമിലർ, ചെറിയൊരു വേരിയേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഹൈ ആണെങ്കിൽ പക്ഷേ കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഇന്നത്തെ ഹൈയേക്കാൾ കുറച്ച് വലിയ ഹൈ നിൽക്കുന്നു. സോ ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോയി തിരിച്ച് താഴെ വന്നിട്ട് വീണ്ടും ശക്തമായ ഒരു ക്യാൻഡിൽ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുവാണെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ ടാർഗറ്റ് എപ്പോഴും ഇത് മുതൽ ഇതുവരെ ആയിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ്. ബിക്കോസ് പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് സോണാണ്. 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് നമ്മൾക്ക്, ഈ ടൈം ഫ്രെയിം ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊരു ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് മുതൽ ഇതുവരെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 200 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇത് മുതൽ ഇതുവരെ. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, അത് അത്ര മോശമായിട്ടുള്ള പോയിൻ്റ് അല്ല. സോ ഇത് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കുക. അവിടെ വരുമ്പോൾ അത് ഹിറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തൊട്ടടുത്ത ക്യാൻഡിൽ വീണ്ടും ഒരു എന്താ പറയുക, നല്ല ഇമ്പൾസീവായിട്ടുള്ള ക്യാൻഡിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്ത് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ വീണ്ടും അടുത്തൊരു ബൈയിലേക്ക് പോകാം.
ഇനി താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഒരു പുട്ട് ബൈയിലേക്ക് പോകാം. ഇതേ സിസ്റ്റം തന്നെ നിങ്ങൾ താഴ്പോട്ടേക്ക് വരികയാണെങ്കിലും ഈ ഒരു സിനാരിയോ നോക്കുക. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു റീസെൻറ്റ് സ്റ്റഡി റിപ്പോർട്ട് ഞാൻ വായിച്ചതിൻ്റെ ബേസിസിൽ പറയുകയാണ്. 60% ചാൻസ് ORB റേഷ്യോയിൽ, അതും ഈ 1 hour മെത്തേഡിൽ, നോട്ട് ഫോർ 1 minute 5 minutes അല്ലെങ്കിൽ 15 minutes റേഞ്ചിലുള്ളതല്ല, 15 minutes ക്യാൻഡിലിൻ്റെ തന്നെ 1 hour പീരീഡിലുള്ള ടൈം ഫ്രെയിമിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഡേ ഹൈയും ലോയും മാർക്ക് ചെയ്ത് അതിൻ്റെ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി ബേസിസിൽ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഈസ് മോർ ദാൻ 70 or 80% വെൻ ആഡഡ് ദി PDHL. ORB സ്ട്രാറ്റജി തന്നെയാണ്. അതിനോടൊപ്പം പ്രീവിയസ് ഡേ ഹൈയും ലോയും കൂടി കൺസിഡർ ചെയ്ത് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലാണ് സാധ്യതയുണ്ടാകും. ഓക്കെ, സോ ഇത് തന്നെയാണ് എൻ്റെ സ്ട്രാറ്റജി. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അല്ലാത്തവർ വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. കാരണം ഇത്തരം സ്ട്രാറ്റജീസൊക്കെ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാനും സിമ്പിളാണ്. ട്രേഡ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് എല്ലായ്പ്പോഴും വിജയിക്കണം എന്നില്ല. പരാജയം വരുന്നതിനെ കുറയ്ക്കാൻ ധന്നിൻ്റെ ഭാഗത്തു നിന്ന് പരമാവധി സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടച്ച് ചെയ്താൽ നോക്കൂ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു റീട്രേസ്മെൻറ്റ് ഞാൻ പറഞ്ഞു. റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ക്യാൻഡിൽ ശക്തമായിട്ട് മുന്നോട്ട് വരികയും ഇപ്പോഴത്തെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഹൈ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലെവൽ എത്തിയാൽ ഒട്ടനെ ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ റെഡി ആയിരിക്കുക. ഇവിടെ എത്രയാ 53,700 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 53,700 ഇവിടെ ഇല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കാം. നോക്കൂ, ഇവിടെ 53 കിടപ്പുണ്ട്, 53,700. വന്നു കഴിഞ്ഞ് നമുക്ക് 53,700 ആക്കിയൊക്കെ റെഡിയാക്കി വെക്കാം. നോക്കൂ, 53,700 സ്ട്രൈക്ക് ഞാനിപ്പോൾ 53,700 റെഡിയാക്കി വെച്ചു. ബിക്കോസ് എനിക്കിത് ATM-ലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കോൾ ഓപ്ഷൻ ആണെങ്കിൽ കോൾ ഓപ്ഷൻ ഇപ്പോൾ നാച്ചുറലി മുകളിലേക്കാണ്. അപ്പോൾ കോൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. CE കിടപ്പുണ്ട്, എല്ലാം റെഡിയാണ്. ലോട്ട് സൈസ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണോ, നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യണോ ഡിക്രീസ് ചെയ്യണോ, അത് നിങ്ങൾക്ക് പ്ലസ് ഓർ മൈനസ് കൊടുത്ത് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുക, നിങ്ങൾ ബൈക്ക് റെഡിയാക്കുക. ഇനി സെല്ലറാണെങ്കിലോ നേരെ പുട്ട് മാറ്റിയിട്ട് അതേ 53,700 സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതും ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ സെല്ലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സെല്ലിലേക്കും പോകാം. ഇല്ല പുട്ടോ കോൾ ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ എന്താ ചെയ്യുക, നേരെ കോൾ ഓപ്ഷൻ ആക്കുക, എന്നിട്ട് ബൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരുത്തുക. നോട്ട് നൗ, ഇപ്പോഴല്ല. വെൻ ഇഫ് ഇറ്റ്സ് ബ്രേക്ക് ദിസ് ത്രെഷോൾഡ്, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.